പിന്നെ നോക്കിയത് നമ്മുടെ ഒരു വാഴം വീണു. എന്താ ഒന്ന് കാല് പോലും നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മുടെ കാല് വെക്കുമ്പോൾ താഴ്ന്നു പോവും. ഇത്രയും ഹൈറ്റുള്ള പപ്പ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പപ്പകളെല്ലാം അത് നമ്മുടെ ഈ വീട്ടിലത്തെ ഉള്ള എല്ലാ പപ്പരും ഇങ്ങനെ ഇറങ്ങും. അപ്പൊ അങ്ങനെ ചോളം ഇതേപോലെ തന്നെയാണ് ഫുള്ള് പോയിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ ചെറിയ കയ്പക്കായകൾ ഇങ്ങനെ ഉണ്ടായി വരായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, നമ്മുടെ കോഴിക്കൂട്ടിലെ ഇതുവരെ തത്തകൾ വരുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാ ഇപ്പൊ കോഴിക്കൂട്ടിലെ തത്തകൾ ഇങ്ങനെ തിന്നാൻ വരുന്ന കണ്ടോക്കണേ. നമ്മുടെ കോഴിക്കൂട്ടിലെ നമ്മള് ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴികൾക്ക് തിന്നാൻ വേണ്ടിട്ട്. അത് തിന്നാൻ വേണ്ടിട്ട് വന്നിരിക്കണ നമ്മുടെ തത്തമ്മ നോക്കിയേ, അത് കയ്യില് പിടിച്ചിട്ട് ഇരുന്നിട്ട് തിന്നണേട്ടാ. നോക്കിയോളൂ, കണ്ട അവരുടെ കയ്യില് ചോളം പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് കുറച്ച് തിന്നുകൊണ്ടേ ഇരിക്കണേ. നമ്മുടെ കോഴിക്കൂട്ടിലായിട്ട് അതേ നമ്മുടെ താറാക്കളെ കൂടി ഉണ്ട്. ഒരു പേടിയില്ലേ അവരെ കൂട്ടത്തിൽ നടന്ന് തിന്നണോക്കി. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടർക്കികള് അന്ന് 12 എണ്ണം ചത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കൂട്ടിൽ നമ്മൾ കുറച്ച് പേരെ വളർത്തുന്നുണ്ട്. ഇനി ഇവരിൽ നിന്നാണ് നമ്മൾ പുതിയതായിട്ട് മുട്ടയ്ക്കും കൊത്തിച്ചിട്ട് ഇനി കുട്ടികളെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടാ. പിന്നെ 2 പേരെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ കല്ലിലേക്ക്. കാരണം ഒരു സൗണ്ട് ഒക്കെ എടുത്ത് ഒരു പരിചയമാവാൻ വേണ്ടിയിട്ട് 2 പേരെ ഇട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ അങ്ങോട്ട് ബഹളം വെച്ച് തുടങ്ങിയിട്ടില്ല. ഇനി നമ്മളെപ്പോഴും കണ്ട് നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് അവർക്ക് ആ ഒരു അടുപ്പൊക്കെ ഇനി കാണിച്ചു തുടങ്ങുള്ളൂ. കുറേ ദിവസങ്ങളായിട്ട് പറമ്പിലേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല കേട്ടാ. നമ്മുടെ ടർക്കികൾക്ക് ഇങ്ങനെ സംഭവിച്ചതും പിന്നെ അത് മാത്രമല്ല നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണം ചെടികൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എപ്പോഴും നോക്കും, നമ്മുടെ ഈ റോസേമ നന്നായിട്ട് പൂവിടാറുണ്ട്. നല്ല കൊല കുത്തിയിട്ടാണ്. അപ്പൊ മുട്ടുണ്ടാവാറുണ്ട്, മുട്ട് കാണാറില്ല. ഇന്നാണ് എനിക്ക് ആളെ പിടികിട്ടിയതിട്ടാ. കണ്ടാ, നമ്മളെ ദ്രോഹിക്കാനായിട്ടേ ആളുകൾ ഇപ്പോൾ കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പുഴു പിന്നെ ഇപ്പൊ നമ്മുടെ ഈ സൗണ്ട് എടുക്കുന്നത് നമ്മുടെ കൂട്ടിലുള്ള ടർക്കികളാട്ടാ. അവര് കുറച്ച് പേരുണ്ട് കൂട്ടിലുള്ളവര്. അവര് നമ്മളായിട്ട് യോജിച്ച് വരണുള്ളവര്. അവരെന്താണെങ്കിൽ അധികം ഒന്നും നമ്മോടാണ് കൂടുതൽ സംസാരിച്ചിരുന്നല്ല. ഇപ്പൊ ഇവര് പോയപ്പോ ഞാൻ അവരുടെ അടുത്ത് കൂടുതൽ ചെന്ന് തുടങ്ങി. അപ്പൊ എന്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോ അവരൊപ്പം സൗണ്ടൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കണ്ട പുഴു, ഇതിമേ ഒക്കെ പുഴുണ്ട്. അപ്പോൾ നമ്മളെ ദ്രോഹിക്കാനായിട്ട് ആളുകൾ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിനൊക്കെ ഒന്ന് കളയട്ടെ ഞാൻ. എന്താ കൊമ്പ് പോലെയാ, എന്തൊരു ഭംഗിയാ, നല്ല ഭംഗിയുള്ള പുഴുവാ. പക്ഷെ എന്താ കാര്യം, നമ്മുടെ പൂവൊക്കെ നശിപ്പിക്കല്ല. മുട്ടൊക്കെ തിന്നവര് കുറ്റിയായിട്ട് നിൽക്കണ്ടാവും. തലേദിവസം മുട്ട് കാണും, പിറ്റേ ദിവസം അത് കാണില്ല. ഇതിപ്പോ താഴത്തായ കാരണമാണ് ഇതുമിക്ക് അവരുടെ നോട്ടം അധികം വരാണ്ടിരുന്നിരുന്നെ. വിടണില്ലല്ലോ. എനിക്ക് അറപ്പാണേ പുഴുവിന്. നോക്കിയേ, ഇതേപോലെ ആയിരിക്കും. കണ്ട ഇപ്പൊ ഇതിന്റെ ഇവിടെ നന്നായി മുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ മുട്ടൊന്നും കാണാനില്ല. ഇങ്ങനെ തളിർത്ത് തന്നെ മുട്ടും ഇലയും ഒക്കെ ഇവര് തിന്ന. ഇപ്പൊ ഇതിമൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊന്ന് കളയണം എനിക്ക്. കണ്ട ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട. അപ്പൊ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് ഇവരെ അവിടേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായതിന്റെയാണ് ഇതേപോലെ ആയിട്ടുള്ളത്. 2 ചെടികളൊക്കെയും. ഇനി ഇതൊക്കെ ഒന്ന് ആദ്യം കൂടി ആക്കി എടുത്ത് കൊണ്ടുവരണം. അപ്പൊ ഇനി നമ്മുടെ പറമ്പിലേക്ക് പോവാം. പറമ്പിന്റെ അവസ്ഥയും ഇതിനേക്കാളും കഷ്ടമാണ് ഇപ്പൊ. ഷായേട്ടുണ്ടെങ്കിലും ഷായേട്ടനും നമ്മുടെ ടർക്കികളൊക്കെ പോയാലും ഷായേട്ടനും മാനസികമായിട്ട് നല്ല വിഷമമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയണമെന്നുള്ളൂ. ഷായേട്ടൻ ഇതിന്റെ പിന്നിൽ നല്ല വിഷമം തന്നെയാണ്. അപ്പൊ നമ്മളെ പറമ്പിലെ അവസ്ഥ ഭയങ്കര കഷ്ടാ. നമ്മുടെ പപ്പാട്ടാ, നിറച്ച് പപ്പ കായ ഉണ്ടാവണം. ഒരു പപ്പയായിരുന്നു അത്. ഇതിപ്പോ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് മുന്നേ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഈ പപ്പയ്ക്ക്. കണ്ട നല്ല നീളമുള്ള തണ്ടായിരിക്കും. അപ്പൊ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതേപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റുള്ള ഒരു പപ്പയായിരുന്നു ഇട്ടത്. പക്ഷെ ഈ പപ്പയിൽ അത് നന്നായിട്ട് ഓറ് പിടിച്ചു പോയി. ഇതിപ്പോ ഇന്ന് രാവിലെ ഇപ്പൊ ഈ സൈഡിൽ കുറച്ച് പപ്പക്കായ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനെ ആളുടെ ഫ്രണ്ടിന്റെ വൈഫിന് ഡെങ്കിപ്പനിയാന്ന് പറഞ്ഞിട്ട് പപ്പക്കായ്ക്ക് വന്നു. അപ്പൊ ഞാന് ചള്ള് പപ്പക്കായാണ് എപ്പോഴും നല്ലത്. ഡെങ്കിപ്പനിക്ക് ആകുമ്പോൾ മാക്സിമം പച്ച തിന്നാണെങ്കിൽ അത്രയും നല്ലത്. അതിന്റെ പശയ്ക്കാണല്ലോ ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടുന്ന് കുറച്ച് പൊട്ടിച്ചു കൊടുത്തു.
അപ്പൊ അങ്ങനെ ഈ പപ്പ ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് നന്നായിട്ട് പപ്പക്കായ ഉണ്ടാവണ വേറൊരു പപ്പയും ഇതേപോലെ തന്നെ പോയിട്ടുണ്ട്. ഇത് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പപ്പയുടെ കുറിച്ചിട്ട്, അത്രയും നന്നായിട്ട് ഉണ്ടാവണ പപ്പക്കായ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കണ്ട ഈ പപ്പ ഒറു പിടിച്ചു. ഇതിലത്തെ കായകളെ അതെ ഇന്നിപ്പോ കാലത്ത് ഞാനത് പൊട്ടിച്ച് താഴെ ഇട്ടതാ. ഒരു പഴുക്കല്ല ചെയ്യണേ, ഒരു വഴുക്കല് വല പോലെ വന്നിട്ട് നാശമായി വീണ്. അപ്പൊ ഈ പപ്പ ഇതേപോലെ തന്നെ വേറെ 2 ചെറിയ പപ്പി. നമുക്ക് പപ്പക്കായ നന്നായിട്ട് ഉണ്ടാവും. എല്ലാ പപ്പയും നന്നായിട്ട് കായ പിടിക്കുന്ന പപ്പക്കായാണ് നമ്മുടെ വീട്ടിലുള്ള പപ്പകളൊക്കെ. കണ്ട ഈ പപ്പ അതേപോലെ തന്നെ ഈ പപ്പ ഇത് വെക്കും. കണ്ട കായകൾ നല്ല അടുപ്പിച്ചടുപ്പിച്ചുണ്ടാവും. പക്ഷെ പപ്പകളെല്ലാം നമ്മുടെ ഈ വീട്ടിലത്തെ ഉള്ള എല്ലാ പപ്പകളും ഒരു പിടിച്ച് പോയിട്ട് മഴക്കാലത്ത് നമുക്കൊന്നുമില്ല. പപ്പായ വീട്ടിലത്തെ നമ്മുടെ അവിടുത്തെ പറമ്പിലാണ് വലിയ ഉറു പിടിക്കാതെ വലുതൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടുന്നത്, നടന്നതൊക്കെ ഇട്ടാ. പിന്നെ കൊള്ളികളൊക്കെ കാറ്റത്ത് ഇങ്ങനെ ആകെ മറിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് വീണു. ഇവിടെ ആകെ എന്താ പറയാ, കുറച്ച് ദിവസം പറമ്പിൽ ഇറങ്ങാത്ത കാരണം എന്താന്ന് എനിക്കറിയില്ല. പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ ആകെ അലങ്കോലായിട്ട് കിടക്കണ പോലെ തോന്നുക. പിന്നെ നമ്മുടെ ചോളം നോക്കിയേ, മഴക്കാലത്ത് ചോളം കുറെ ഹൈറ്റ് പോയ വലിയ കായകൾ ഉണ്ടാവില്ലേ, പക്ഷെ ഉണ്ടാവുന്ന ചെറിയ കായകളായാലും നന്നായിട്ട് കായ പിടിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഇതാ തിന്നുപോയി. എന്താ കവറിടാനാ ഒന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ ചോളം ഫുള്ള് പോയിട്ടുണ്ട്. ഈ വരിയൊക്കെ കണ്ട നിന്ന് പോയി. ഉറുമ്പും അണ്ണാമാരൊക്കെ ആയിട്ട് എന്തായാലും അവർക്കെങ്കിലും ഭക്ഷണം എന്താ പറയാ, വിശപ്പുള്ള ടൈമാണല്ലോ മഴക്കാലത്ത്, അവർക്കൊന്നും തിന്നാനൊന്നും കിട്ടില്ല. അപ്പൊ അവരിങ്ങനെ ഇറങ്ങും. അപ്പൊ അങ്ങനെ ചോളം ഇതേപോലെ തന്നെയാണ് ഫുള്ള് പോയിട്ടുണ്ട് നട്ടത്. പിന്നെ ഇവിടെയൊക്കെ പറമ്പിൽ നിറച്ച് വെള്ളം നിൽക്കായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോ വെള്ളം കെട്ടി നിൽക്കും. പക്ഷെ കണ്ട ഇവിടെയൊക്കെ വെള്ളം നിന്നിട്ട് ഈ ഉറു പോലെ നമ്മളിങ്ങനെ എന്താ പറയാ വല്ലതൊക്കെ നടുമ്പോഴേ മണ്ണ് ഇങ്ങനെ കോരിയിട്ട് തടം പോലെ എടുത്തിട്ടാണല്ലോ നടുക. അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് നമുക്ക് ഉണ്ടായി കിട്ടാറ്. പക്ഷെ വീട്ടിലത്തെ പറമ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ കൃഷി ഫുള്ള് പോകും. ഇപ്പൊ കുറച്ച് വാഴകൾ നിൽക്കുന്നത് പോലും നമ്മുടെ അടുപ്പിച്ചിട്ടുള്ള ആ മഴ പെയ്യാത്ത കാരണം നമുക്കിവിടെ മഴ പെയ്യുമ്പോൾ 2 മണിക്കൂറൊക്കെ നന്നായി മഴ പെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് മഴയെ പെയ്യില്ല. അപ്പൊ ഈ വെള്ളം മുഴുവൻ പോവും. അതുകൊണ്ടാണ് വാഴയിൽ നമുക്കൊന്ന് പിടിച്ചു കിട്ടുന്നത് കേട്ടാ. ഇവിടെ നമ്മൾ ഈ പന്തലുമ്മ പടർത്തിയ കയ്പ ഒക്കെ പോയി. ഒന്നുമില്ല. പിന്നെ മുളക് അതെ വാട്ടം തുടങ്ങിയിട്ടുണ്ട് മുളകിന്റെ. അപ്പൊ നമ്മുടെ മുളക് അതിൽ അവിടെ നിൽക്കണമെന്ന് ഞാൻ കാട്ടിയതാട്ടാ. പിന്നെ ഈ ഒരു ഭാഗട്ടാ ഇവിടെ ഏട്ടാ ഇവിടുന്ന് അങ്ങനെ ഏട്ടാ നമ്മുടെ ടർക്കികളെ മുഴുവൻ കുഴിച്ചിട്ടിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ചാല് കോരിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ചാലിലൊക്കെ അവരിട്ട് മണ്ണിട്ട് നോക്കാണ് നമ്മളിവിടെ. അത് കാരണേ പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴേ അപ്പൊ ചിന്ത വരും. എത്ര എന്താ പറയാ മറക്കാൻ ശ്രമിച്ചാലും നമുക്കത് മറക്കാൻ പറ്റണില്ല. എനിക്ക് അതാണ് ഈ ബാക്കിലേക്ക് ഇവിടെ ഇറങ്ങാനായിട്ട് തീരെ ഇഷ്ടമില്ലാണ്ടായത്. കണ്ട ഇതാണ് നമ്മുടെ മുളക് നോക്കിയേ. ഞാൻ ഈ മഴക്കാലമൊക്കെ ആയപ്പോഴേ മുളക് ഇങ്ങനെ പഴുപ്പിക്കാൻ വേണ്ടി നിർത്താറില്ല. പച്ചാകുമ്പോഴേ പൊട്ടിച്ചോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മുളകുകൾ ഒരുവിധമൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുള്ള മുളകുകൾ തന്നെയാട്ടാ. ഇപ്പൊ ഒരു പിടിച്ചപ്പോ എല്ലാവർക്കും ഒരു വാട്ടം വന്നുള്ളൂ. അപ്പൊ ഈ മുളകൊക്കെ പൊട്ടിച്ചെടുക്കണമെന്ന്. കാരണം ഇങ്ങനെ നമുക്ക് മഴക്കാലത്ത് പഴുപ്പിച്ച് കഴിയുമ്പോഴേ അത് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അത് കാരണം പഴുപ്പിക്കാണ്ടൊക്കെ പൊട്ടിച്ചെടുക്കലായിരുന്നു. നമ്മൾ വീട്ടിലേക്കും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കസിൻസിനും അതേപോലെ നമ്മുടെ വീട്ടിലെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പച്ചമുളകിന്റെ ആവശ്യത്തിന് അങ്ങനെ പൊട്ടിച്ചു കൊടുക്കാറായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നോക്കി നമ്മുടെ തൊണ്ടമുളകും അതേപോലെ തന്നെ കൊറേയൊക്കെ പഴുത്തു. പക്ഷെ ഇവരൊക്കെ മൂത്തിട്ട് പഴുത്തിട്ടില്ല. തൊണ്ടമുളകിന് അങ്ങനെ വാട്ടം വന്നിട്ടില്ല ഏട്ടാ, ഒരു പിടിച്ചിട്ടില്ല ഏട്ടാ തൊണ്ടമുളക്. അതിന്റെ ഇടയിൽ തലപ്പന്മാരെ പണി നോക്കിയേ. ഇവിടെ ഒരു കൊള്ളിത്തറി നിൽക്കണ്ടായിരുന്നു. അത് കണ്ട ഓട്ട കുത്തിയിട്ട് ഇത് പറിക്കുമ്പോഴുണ്ടാവല്ലോ കൊള്ളി ഉണ്ടാവില്ല. ഈ മുകളിലേക്ക് ഈ തറി മാത്രം ഉണ്ടാവുള്ളോ. ചെറുപ്പന്മാരത് മുഴുവൻ തിന്ന് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ നോക്കിയത് നമ്മുടെ ഒരു വാഴ വീണു. ഈ വാഴ എന്ന് പറയുന്നത് പാളയംകുളം വാഴയാണ്. ഈ നിൽക്കണ ഈ കൂട്ട ഫുള്ള് പാളയംകുളം വാഴ തന്നെയാട്ടാ. ഇതിലത്തെ ഒരു വാഴയാണ് നമുക്ക് വീണിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കണ നമ്മുടെ ഒരു പപ്പയും വീണിട്ടുണ്ട്. പക്ഷെ ഈ കായ നമുക്ക് അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഉപ്പേരിക്ക് വെക്കാനുള്ള മൂപ്പും അതേപോലെ പഴുത്ത് കിട്ടുന്ന ഒരു അത്ര മൂപ്പില്ലെങ്കിലും പഴുത്ത് കിട്ടും. ആ രീതിയിലുള്ള ഒരു കൊലയാട്ടാ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് പറമ്പിൽ എപ്പോഴും വെള്ളം നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് എൽ ഷേപ്പിലാണ് നമ്മുടെ പറമ്പിന്റെ ബാക്കിൽ തോട് പോണത്, വലിയ തോട്. അപ്പൊ ഞാനത് കാട്ടിത്തരാം.
ഇത് ഈ ബാക്ക് വശം കണ്ട വലിയ തോടാണ്. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മഴ പെയ്യുമ്പോ വെള്ളം കയറുന്നത് പറമ്പിലൊക്കെ ഉറു പിടിക്കുന്നതിന്റെ കാരണം കേട്ടാ. ഇനി നമ്മുടെ വീടിന്റെ പറമ്പിന്റെ ഈ സൈഡില് തോട് പോണ്ട്. ആ തോടാട്ടെ ഇനി കാണിച്ചു തരണേ. തൊട്ടന്നെ ചെറിയ റോഡാണ് പോണത്. റോഡിനോട് ചേർന്നിട്ടാട്ടെ തോട് പോണത്. അതിങ്ങനെ വലിയ തോട് തന്നെയാ. അറ്റം വരെ ഉണ്ട് നമുക്ക് ആ തോട്. നമ്മുടെ പറമ്പിന്റെ ഒപ്പത്തിന് തന്നെ തോട് അങ്ങനെ പോയോണ്ടിരിക്കുക. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ ആ തോടിന്റെ തൊട്ടായിട്ട് കൊറേ മഞ്ഞ പൂ വിരിഞ്ഞിട്ടുണ്ട്. നമ്മള് കമ്മൽ പൂന്നൊക്കെയാന്ന് തോന്നുന്നു അതിനെ പറയാ. എനിക്കത് അത്രയും കൂടെ ഓർമ്മയില്ല കേട്ടാ. നല്ല ഭംഗിയാ പൂ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗി, നല്ല രസം. അത് ഇങ്ങനെ ഫുള്ളാണ് വിരിഞ്ഞു നിൽക്കണേ. ഓണത്തിനൊക്കെ നമ്മള് പണ്ട് ഇങ്ങനത്തെ പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ അതിന്റെ പേരാണ് അറിയാത്തത്. റോഡിന്ന് കണ്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ റോഡിന്റെ ഒപ്പം കവിഞ്ഞിങ്ങോട്ട് വെള്ളം വരും. അങ്ങനെ ചിലപ്പോ ആഴ്ചകളോളൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെയായി നമ്മുടെ പറമ്പില് എന്താ പറയാ, ഒന്ന് കാല് പോലും നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മുടെ കാല് വെക്കുമ്പോ താഴ്ന്നു പോവും. പക്ഷെ ഈ വർഷം നമുക്ക് അതേപോലെ നിന്നിട്ടില്ല കേട്ടാ. അങ്ങനെ ഒരു സഹായം കൂടി ഉണ്ടായിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ടില്ല, ഇനി വന്നുകൂടാന്നൊന്നും ഇല്ല കേട്ടാ. പിന്നെ നോക്കിയാൽ നമ്മുടെ പറമ്പിലത്തെ ഒരു പപ്പ, എല്ലാ പപ്പ നശിക്കുമ്പോഴും ചില പപ്പകള് എത്ര എന്താ പറയാ ഉറുപ്പിടിക്കാണ്ട് അവര് മാക്സിമം, ഇത് കഴിഞ്ഞ വർഷം നിൽക്കുന്ന പപ്പേട്ടാ. പപ്പയുടെ ഹൈറ്റ് ഇല്ലേ, ഇത്രയും ഹൈറ്റുള്ള പപ്പ കണ്ടിട്ടുണ്ട് ആരെങ്കിലും? എത്ര ഹൈറ്റ് ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അടി ഇപ്പൊ എത്ര ഉണ്ടാവും ഞാൻ പറയാട്ടോ. നോക്കട്ടെ, ഒരു ഉദ്ദേശം പറഞ്ഞു നോക്കാം. ഒരു ഉദ്ദേശം എത്ര ഉണ്ടാവും ചേട്ടാ? ഹൈറ്റ് അത്രയും ഹൈറ്റുള്ളൊരു പപ്പ. അതായത് ഈ പപ്പയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇത് ചെറുതായിരിക്കുമ്പോ തൊട്ട് നമ്മള് കായ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ പൊട്ടിച്ച് ഇത്രയും ഹൈറ്റ് വന്നിട്ട് നോക്കിയ ആ ഈ പപ്പമ്മ ഇപ്പോഴും നിൽക്കേണ്ട ഒരു 25 പപ്പകായ ഇപ്പോഴും നിൽക്കേണ്ടതുണ്ട് തലക്കില്. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പപ്പ ഏട്ടാ. അങ്ങനെ ആശ്വാസത്തിന് പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ഇവരൊക്കെയാണ് എനിക്കുള്ളത് ഇപ്പൊ കൂട്ടത്തില്. അല്ലെങ്കിൽ വീടിന്റെ ബാക്കിലേക്ക് ഇറങ്ങുമ്പോ ശരിക്കും ഫുൾ നിരാശയാ. നേരെ കാണും നമ്മുടെ കളക്കിക്കൂട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാ പറമ്പ് ഒരവസ്ഥ, ചെടികള് എല്ലാവരും നമ്മള് ഇറങ്ങാണ്ടായപ്പോ അവരൊക്കെ തളർന്ന പോലെയാ. എന്തായാലും അപ്പൊ ഞാന് മാക്സിമം ഉഷാറായ മാത്രമേ ഇവരൊക്കെ അതേപോലെ തന്നെ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്തിട്ടാണെങ്കിൽ ഞാൻ ഈ മുളകൊക്കെ ഇന്ന് പൊട്ടിച്ചെടുക്കുക. വലിയ കാര്യമായിട്ട് പണികളും കാര്യങ്ങളും ഒന്നും പറമ്പിൽ ചെയ്യണില്ല. ഇപ്പൊ ഈ പറമ്പിൽ ഇപ്പൊ ഒന്നും ചെയ്തിട്ട് അങ്ങനെ വലിയ കാര്യമില്ല. അത് കാരണം അങ്ങനെ ചെയ്യണില്ല. പിന്നെ നമുക്ക് ആശ്വാസത്തിന് ഒരാളും കൂടി ഉണ്ട് കേട്ടാ. അത് കണ്ട പിന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാം മറക്കും. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. നമ്മുടെ വിയറ്റ്നാമേളി കൊല്ലത്തില് 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വിയറ്റ്നാമേളി ഇപ്പൊ ചക്ക ഉണ്ടാവണത് കേട്ടാ. 2 വർഷം അല്ല, ഈ വർഷം തന്നെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഏറ്റവും ഫസ്റ്റിൽ തന്നെ കൊല്ലത്തിൽ ആദ്യം ഉണ്ടായി. അതുമ്പത്ത് നമ്മൾ ചക്ക ഇടുന്നത് നമ്മൾ കഴിക്കുന്നത് കാണിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഉണ്ടായി. ആ ഒരു സ്റ്റെപ്പ് അപ്പൊ നമ്മുടെ എല്ലാവരും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയില്. ഇതിപ്പോ നോക്കിയാ 3ാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ ഇതുമ്പോ ചക്ക ഉണ്ടാവണത്. അപ്പൊ വിയറ്റ്നാമേളി എന്നെ സംബന്ധിച്ച് എനിക്ക് മേടിച്ചു വെച്ചിട്ട് നമുക്കത് കുഴപ്പമില്ല. കാരണം അത്യാവശ്യം വലുപ്പമുള്ള നല്ല ടേസ്റ്റുള്ള നല്ല ചക്കകളായിരുന്നു. മോളിൽ ഒരാളുണ്ട് ചക്ക. അപ്പൊ പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ആശ്വാസത്തിന് ഇപ്പൊ കൂടെയുള്ള 2 പേരുള്ളൂ. ഒന്ന് നമ്മുടെ വിയറ്റ്നാമേളിയും പിന്നെ നമ്മുടെ ഒരു വർഷത്തിനേക്കാൾ അധികമായിട്ടുണ്ട് ആ 30 അടി ഹൈറ്റുള്ള നമ്മുടെ പപ്പി. ഇനി നമ്മുടെ കോവയ്ക്ക കേട്ടാ. കോവയ്ക്കും നോക്കി അതേപോലെ തന്നെ പിടിച്ചു ആകെ നാശായി. കണ്ട മഴയൊന്നും കോവയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ലാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അവരൊക്കെ ഇതേ നാശമായി പോയി. ഇനി വേനൽക്കാലം വരണം, ഇവരൊക്കെ ഒന്ന് പൊടിച്ച് നന്നായിട്ട് കായൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇവിടത്തെ കുള്ളി അതൊക്കെ ഇതാ പോയി. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ നമ്മളെല്ലാം പറയാറുണ്ട്, നമ്മുടെ പറമ്പിൽ ഒന്നും വെച്ച് നമുക്ക് ഉണ്ടായി കിട്ടില്ല എന്നുള്ളത്. അവിടുത്തെ ആ പറമ്പുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ആശ്വാസം. പിന്നെ നോക്കിയത് നമ്മുടെ ഈ കയ്പ,
ഇതുമേ നന്നായിട്ട് ചെറിയ ചെറിയ കയ്പക്കായകൾ ഇങ്ങനെ ഉണ്ടായി വരായിരുന്നു കേട്ടോ. ആ സമയത്താണ് കണ്ടത് നന്നായിട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഓരോ പ്രാവശ്യമായാലും നമ്മൾ നടുമ്പോ നമുക്കറിയാം നമ്മുടെ പറമ്പിൽ വെള്ളം നിൽക്കുന്നൊക്കെ അറിയാം. എങ്കിലും നമ്മളുണ്ടല്ലോ നടുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ആക്കി കൊടുത്ത് അതിന്റെ മുകളിലാണ് നട്ടു കൊടുക്കാറ്. പക്ഷെ എന്നാലും നമുക്ക് ഉണ്ടാവണേ ഇല്ല. അങ്ങനെ പറമ്പിലേക്ക് വരുമ്പോ അതിനേക്കാളും ഇപ്പൊ ശരി എന്താ പറയാ ഭയങ്കര കഷ്ടാ. കോഴിയും കൃഷിയും ഒക്കെ നമുക്ക് ഈ വട്ടം ഭയങ്കര ഒരു അവസ്ഥയെ കൂടെ പോയേ. മതി ശരിയാ. പിന്നെ നോക്കി നമ്മുടെ ചോപ്പിച്ചീര. ഞാന് കുറച്ച് ദിവസം മുന്നും കൂടിയാണ് ഇതുമെന്ന് ചോപ്പിച്ചീര അരിയണ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടതൊക്കെ ഇതേപോലെയായി. ഒക്കെ ആകെ വെള്ളക്കുത്ത് വന്നു ആകെ നാശമായി പോയി. നമ്മുടെ അല്ലു നോക്കിയേ, പിന്നെ നമ്മുടെ അലക്കല്ലുമ്പോ കിടക്കണ നോക്കിയേ, ഉറങ്ങി തുടങ്ങിയാവുള്ളൂ അവിടെ കിടന്ന്. നല്ല ഉറക്ക ആൾക്ക്. അത് കാരണല്ലേ ക്യാമറ കാണുമ്പോ ആള് സാധാരണ ഓടിപ്പോയാണോ നോക്കുക ഇത്ര അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ. പിന്നെ നമ്മുടെ ഈ മുളക് ആയാലും കേട്ടാ, ഈ മുളകിന് അതേപോലെ തന്നെ നാശായി, അങ്ങനെ ഉണ്ടാവാണ്ടായി. ഇതിലേക്ക് എന്തോ മാതിരി മുളക് ഉണ്ടാവണ മുളകായിരുന്നു. നല്ല നീളമുള്ള മുളകൊക്കെ ആയിരുന്നു. പക്ഷെ കണ്ട ഇത്രയും നീളമൊക്കെ വരാറുണ്ട്, നല്ല നീളമുള്ള മുളക്. പക്ഷെ ഇതും ഇനി എന്താ പറയാ ഉണ്ടായി കിട്ടില്ല. ഇതൊക്കെ വാട്ടായി തുടങ്ങിയിട്ടുണ്ട്. വഴുതിനിങ്ങ ആയാലും പോയി അതേപോലെ തന്നെ. വഴുതിനിങ്ങൊക്കെ നിൽക്കുമ്പോ കണ്ട ആകെ വെണ്ടയും വഴുതിനിങ്ങയും മൊക്കും ഇങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഉഷാറില്ലാണ്ട് നിക്കണ പോലെ. വാട്ടം വരും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ പറമ്പ് ഇങ്ങനെയായിരിക്കട്ടെ എപ്പോഴും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ. നമ്മൾ എത്ര മണ്ണടിച്ച് എങ്ങനെ ഹൈറ്റ് കൂട്ടിയാലും ഒരു കാര്യമില്ല. അത് നമ്മൾ പ്രതീക്ഷയിൽ ചെയ്യും. ഓരോ വട്ടം മണ്ണടിക്കുമ്പോഴും കുഴപ്പമില്ല, ഇത്രയും മണ്ണടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇനി ഉണ്ടായി കിട്ടുന്നു. പക്ഷെ നമുക്ക് കിട്ടണില്ല. ഈ വട്ടം അങ്ങനെ തന്നെയായി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് മുളകൊക്കെ ഉണ്ടല്ലോ വാടി നിൽക്കണത്, അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ ഞാൻ. പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെയും നല്ല മൂത്ത് തന്നെയായിട്ടാ നിക്കണത്. അത് കാരണം നല്ല എരിവിനൊന്നും കുറവുണ്ടാവില്ല. അപ്പൊ നോക്കിയാ പഴുത്ത മുളകൊക്കെ നമ്മള് പൊട്ടിച്ചെടുത്തുട്ടാ. ഇനിയിപ്പോ നമ്മുടെ പാചകട്ടാ. പിന്നെ നോക്കിയാ നമ്മുടെ അല്ലു നമ്മളെ ചുറ്റിപ്പറ്റി നോക്കിയാ അവള് ഇവിടെ ഉണ്ട് കേട്ടാ. സുന്ദരി കടിക്കില്ല, കളിക്കലാണ് മെയിൻ ഹോബിയുണ്ട്. ഇന്ന് ഞാനുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നല്ല വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി. പത്തിരിയിലേക്കും ഒക്കെ ഉപയോഗിക്കണ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ചിലപ്പോൾ അരിപ്പൊടിയുടെ ചെറിയ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂടുതലും വേണ്ടി വരും കേട്ടാ. അപ്പൊ ഞാൻ അളന്നിട്ടൊന്നുമില്ല, അതാ കുറച്ച് വെള്ളം അതനുസരിച്ച് എടുത്ത് അടുപ്പത്ത് വെച്ച് നോക്കാണ്. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടട്ടെ. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നോക്കി ഒരു നുള്ള് ഉപ്പിട്ടാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം ഒന്നും വേണ്ട, ഒരു നുള്ള് ഉപ്പ്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജീരകം. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടാ. ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ചൂടോട് കൂടി തന്നെ നോക്കി നമ്മൾ ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പത്തിരിയിലേക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴക്കില്ലേ, ആ രീതിയിൽ തന്നെ ആവണം കേട്ടാ. അതനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടീസ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം. പൊടിക്ക് നന്നായിട്ട് നനയണ പോലെ തന്നെ നമ്മൾ ഇത് ആക്കിയെടുക്കണം കേട്ടാ. ഇങ്ങനെ നന്നായിട്ട് പൊടിയൊക്കെ നനഞ്ഞ് കഴിഞ്ഞു എന്ന് ആവുമ്പോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടണം. അപ്പൊ ഇങ്ങനെ തന്നെ
മഞ്ഞൾപ്പൊടി ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വീണ്ടും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്, അതാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഞാനുണ്ടല്ലോ നോക്കിയേ, 2 നേന്ത്രപ്പഴം, അധികം വലിപ്പില്ലാത്ത ഒരു മീഡിയം വലിപ്പുള്ള 2 നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം കേട്ടാ. ഇതാ നമ്മുടെ പഴം 2 എണ്ണം നുറുക്കൽ കഴിഞ്ഞു കേട്ടാ. പിന്നെ നമ്മുടെ അല്ലു നോക്കിയേ അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മള് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. നെയ്യ് ഇതാ നന്നായിട്ടൊന്ന് അരിഞ്ഞു വരട്ടെ. നെയ്യ് ഇതാ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടാ. അണ്ടിപ്പരിപ്പ് ഇപ്പൊ കൂടിയാലൊന്നും കുഴപ്പമില്ല. ഞാനിതാ ഒരു പിടി അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഈ നെയ്യില്. ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെയായിട്ട് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇതാ അണ്ടിപ്പരിപ്പ് നോക്കിയേ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തീ കുറവിൽ വെച്ച് ഇതിങ്ങോട്ട് നീക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടാ. ഇതിൽ തന്നെ നമ്മൾ നോക്കിയേ നല്ല ചൂടായിട്ട് ഇരിക്കുന്നത് നമ്മുടെ നെയ്യ്. അതിലേക്ക് ഇതാ കുറച്ച് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വരും കേട്ടാ. അപ്പൊ അതാണ് പാകം. ഉണക്കമുന്തിരി നോക്കിയേ കണ്ട ഇതേപോലെ ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതാ അത് വേറൊരു പ്ലേറ്റിലേക്ക് അത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടാ. ഇനി നമ്മൾ ഇതിലേക്ക് നേരെ കുറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കാറ്. അപ്പൊ അതില് പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല കേട്ടാ. അപ്പൊ നമ്മൾ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഒപ്പം തന്നെ ഇതിലിതാ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരണല്ലോ. അപ്പൊ അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം. അപ്പൊ ശർക്കര നന്നായിട്ട് ഉരുകി വരണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മള് ഈ വറുത്ത് വെച്ച് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് പൊടിക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടാ. വെള്ളം നോക്കിയേ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടാ. ഈ പഴം ഒന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം നമുക്ക്. നന്നായിട്ട് പഴം ഇങ്ങനെ ഇളക്കി ഇതിൽ കിടന്ന് വേവണം കേട്ടോ. നമ്മുടെ പഴം നോക്കിയാൽ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഇതാ വിളയിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോണത് എള്ളാണ് കേട്ടാ. എള്ളിപ്പോ ഒരു 3 ടീസ്പൂണിന്റെ അവിടേക്ക് എള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കായ പൊടി. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അത്. പിന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടാ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതാ ഒരു നാളികേരം ചെരുകി എടുത്തതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ കുറവിലാണ് ഞാൻ ഇപ്പൊ വെച്ചിട്ടുള്ളത് കേട്ടാ.
നന്നായിട്ട് നമ്മള് എല്ലാതും, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പിന്റെയും അതേപോലെ ഉണക്കമുന്തിരി നാളികേരൊക്കെയും എല്ലാവർത്തേക്കും ആവേണ്ട രീതിയിൽ നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടാ. ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാനായാലും ഭയങ്കര ടേസ്റ്റ് ആട്ടത്. അപ്പൊ നമ്മളിതാ നന്നായിട്ടൊന്ന് എനിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് ഒന്ന് ഇവിടെ ഒന്ന് ചൂടാറട്ടെ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ചൂടാറി കിട്ടുമ്പോഴേക്കും നമുക്ക് പോയിട്ട് കുറച്ച് ഇതിലേക്കുള്ള ആദ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഇലച്ചിന്നുണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വാഴയമ്മന്ന് ഒന്ന് എടുക്കാം. വായോട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടാ. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയതല്ല, ഏതാണ്ട് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഓരോ ബോളുകളാക്കിയിട്ട് ആദ്യം വെക്കാം നമുക്ക്. അപ്പൊ നമുക്ക് എല്ലാതും ഇതേപോലെയുള്ള ഓരോ ബോളുകളാക്കിയിട്ട് വെക്കാട്ടോ നമുക്ക്. കണ്ടാ, അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതാണ്. എനിക്കുണ്ടല്ലോ 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തപ്പോ ഇതൊക്കെ 8 അട ഉണ്ടാക്കാനായിട്ടാ നമ്മളിതാ അതേപോലെയുള്ള ബോളുകളാക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ. വാഴയില ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടാ. ഇനി ഞാനിതാ നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇതാ ഈ ഒരു ബോൾ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ആവുമ്പളേ എല്ലാ അടിയും നമുക്ക് ഓരോ പോലെ ആയി കിട്ടൂട്ടാ. എന്നിട്ട് നമ്മള് ഇവിടെ ഈ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരവും പഴമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്കിയതുണ്ടല്ലോ അതിനെ വെച്ച് ഇതിന് നന്നായിട്ട് വെക്കണം കേട്ടാ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. വെച്ചു കൊടുത്ത് നമ്മുടെ ഈ ഇലടക്കം നമുക്കിതാ ഇങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പൊ നോക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റൂട്ടാ. കണ്ടാ അതെ മുട്ടിരിക്കണ്ട കണ്ട. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. അപ്പൊ നമ്മളിതാ അടുത്തൊരു ബോളും കൂടി എടുത്ത് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ എല്ലാ അറ്റത്തേക്ക് ആവേണ്ട രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തോളൂ കേട്ടാ. ഇതിതാ എല്ലാം ഇറക്കെടുത്ത് നമുക്കിതാ മടക്കാം. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കി എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ നാളികേരം മാത്രം ഒത്തിരി ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ അളവ് കൃത്യമായിരുന്നു. അപ്പൊ ഞാനുണ്ടല്ലോ നമ്മുടെ അടയ്ക്ക് ഇവിടെ പരത്തുന്ന ടൈമില് ഇഡ്ഡലി ചെമ്പില്
ഒരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടാ. നല്ല തിളച്ച ആവി വരുമ്പോ വെച്ച് കൊടുത്തോളൂ കേട്ടാ. നാലെണ്ണം വെച്ച് കൊടുത്തു. ഇതിന്റെ മുകളില് ഇഡ്ലി ചെമ്പിലേക്കാണ്ട് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കണ ആ തട്ടുണ്ടല്ലോ, അത് തന്നെ ഇതാ ഒന്ന് കമത്തിത വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നമുക്കിതാ വീണ്ടും വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഇലയൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടാ. നമുക്ക് അറിയാം നമ്മുടെ ഇലയുടെ തുമ്പത്തേക്ക് നമ്മള് അട ആക്കിയിട്ടില്ല. നമ്മള് പത്തിരി തട്ടിലാക്കിയ കാരണം ആ സെന്ററിൽ മാത്രമാണ് ഇരിക്കണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇലയൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മളിതാ മൂടി നന്നായിട്ട് അമർത്തി അടച്ചു തന്നെ കൊടുക്കാം. ഞാനിതാ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് ആവിക്ക് നന്നായി വരട്ടെ കേട്ടാ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മിക്കതും നമ്മള് മഴ പെയ്യാണെങ്കിൽ നേരെ നമ്മുടെ ഊഞ്ഞാലിന്റെ അടിയിലേക്ക് നമ്മൾ ഈ മേശയായിട്ട് അങ്ങോട്ട് നീങ്ങേണ്ട വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതാ മഴ പെയ്തു തുടങ്ങി. നമ്മുടെ ടേബിൾ നേരെ ഊഞ്ഞാലിന്റെ അടിയിലേക്ക് ആക്കി നമ്മള്. നല്ലൊരു മഴ തന്നെയാട്ടോ പെയ്തത്. അത്ര ശക്തിയിലില്ല, പക്ഷെ വീടിന്റെ തുള്ളികൾക്ക് നല്ല കനുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ അട വെന്തോ നോക്കാം. അട എന്തായാലും വെന്തിട്ടുണ്ടാവും കേട്ടാ. ഏറ്റവും കൂടുതൽ തിളച്ചതിന് ശേഷം നമ്മൾ അട വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 8 മിനിറ്റ് മതി. എന്തായാലും അട വെന്തിട്ടുണ്ടാവും. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് തുറന്നു നോക്കാം. കണ്ട നമ്മുടെ ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല ഇങ്ങനെ തുറന്നു നോക്കുമ്പോ കണ്ട വിട്ട് വരില്ലേ, ഇതാണ് നമ്മുടെ അട വെന്തു എന്നുള്ള എന്റെ തെളിവ് കേട്ടാ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. രണ്ട് തട്ട് വെച്ച കാരണം നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടാ. നോക്കിയേ, നമ്മള് 2 സ്റ്റെപ്പായിട്ടാണല്ലോ അട വെച്ചത്. കണ്ട ഇതിലായാലും കണ്ട നല്ല വെന്തിരിക്കണേ. ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടാ. അതാ എല്ലാടും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മുകളിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ട് വേവാതൊന്നും ഇരിക്കില്ല. ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ വെക്കണേ. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ഷായറിനെ വിളിക്കട്ടെ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ. കാണാനുള്ള ഒരു ഭംഗി നോക്കിയ, കാണാൻ ഭംഗി മാത്രല്ലാട്ടാ, അത് കഴിക്കുമ്പോഴേ അറിയാൻ രുചി. നല്ല സോഫ്റ്റ് ആട്ടാ, അടിപൊളി തന്നെയാ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാരണം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. സൂപ്പറല്ലേ? അപ്പൊ എല്ലാവരും ഈ അടന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാട്ടാ. അപ്പൊ നിർത്തല്ലേ നമുക്ക്. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്